സുറുമക്കണ്ണിണയായി ഹായ് മൈലാഞ്ചി കൈവിരലായി മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണി മഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ. അസ്സലാമു അലൈക്കും. മാപ്പിളപ്പാട്ടിന്റെ നിലാമഴ പെയ്യ്ക്കുന്ന മലയാളിയുടെ പാട്ടരങ്ങിലേക്ക് പട്ടുറുമാലിലേക്ക് ഏവർക്കും സ്വാഗതം. ചുങ്കർ ജ്വല്ലറി പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചുങ്കർ ജ്വല്ലറി. ഇന്നത്തെ എപ്പിസോഡിൽ ഇശൽ മിലാദ് റൗണ്ടിൽ പാടാനെത്തുന്നു റിയാന റമീസ്. റിയാന, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയാ വിശേഷം? സുഖമായി പോകുന്നു. എവിടുന്നാ വരുന്നേ? ഞാൻ കാസർഗോഡാണ്. വരുന്നത് ഇപ്പോ വടകരയാണ് നിന്ന്. അതെന്താടാ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ വടകരയാണുള്ളത്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് റിയാന മോളുടെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. പ്രൊഫൈൽ ഒന്ന് കാണാം. റിയാന റമീസ്. ഞാൻ റിയാന റമീസ്. കാസർഗോഡാണ് എൻ്റെ സ്വദേശം. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വടകരയാണ് താമസിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാപ്പിളപ്പാട്ട് പ്രേമികളുടെ ഇഷ്ടതാരമാണ് റിയാന റമീസ്. ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി. പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാമയാണ്. പിന്നെ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ. ഉമ്മാൻ്റെ അനിയത്തിയാണിത്. ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയാണിത്. എൻ്റെ ഫാമിലിയിലെ മൂത്ത കാരണവരാണ് ഇവര്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരേ ഒരു പെങ്ങളാണിത്. പിന്നെ ഇതാണ് മക്കളാണ് ഇവർക്ക്. ഇതാണ് എൻ്റെ ഉമ്മാമ. ഉമ്മാമ പഴയ ഒരു പാട്ടുകാരിയാണ്. എനിക്ക് പട്ടുറുമാലിൽ ഒക്കെ സെലക്ഷൻ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പട്ടുറുമാൽ സെലക്ഷൻ കിട്ടിയ വളരെ സന്തോഷമുണ്ട്. സ്കൂൾ പഠനകാലത്ത് തന്നെ കാസർഗോഡ് ജില്ല മാപ്പിളപ്പാട്ട് മത്സരങ്ങളിലെ സ്ഥിരം ജേതാവായിരുന്നു. കൂടാതെ മാപ്പിളപ്പാട്ടിന്റെ സ്പന്ദനം തൊട്ടറിയുന്ന ഉത്തര മലബാർ മാപ്പിള ആർട്ട് സൊസൈറ്റിയിൽ അംഗത്വമുള്ള റിയാനയുടെ പാട്ടിന് സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് ഗായകൻ കൂടിയായ ഭർത്താവ് റമീസ് എപ്പോഴും കൂടെയുണ്ട്. മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ റിയാലിറ്റി ഷോ പട്ടുറുമാൽ ആ പ്ലാറ്റ്ഫോമിൽ പാടാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ വൈഫിന്. മാപ്പിളപ്പാട്ടിന്റെ പുതിയ ഉയരങ്ങൾക്ക് കീഴടക്കാൻ റിയാന റമീസ് എത്തുകയായി നമ്മുടെ പട്ടുറുമാലിൽ. സ്വാഗതം ചെയ്യുന്നു റിയാന റമീസ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ അഹദായവനെ സമദായവനെ എന്നുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. നന്നായിട്ട് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
റിയാന മാഷാല്ല നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് ഇഷ്ടായി. നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചാലോ? അവരുടെ അഭിപ്രായമൊക്കെ നമ്മൾ അറിയണ്ടേ? അതെ, നമുക്ക് ഫിറോസ്കാട് ചോദിക്കാം. റിയാന, സർ ഒരു പേര് വിളിക്കട്ടെ ഞാൻ. വിളിച്ചോളൂ. ജൂനിയർ ഐഷ ബീഗം നിൽക്കുന്നത്. മോളൊരു സങ്കടപ്പാട്ടല്ല പാടിയത്, സന്തോഷത്തിൻ്റെ ഒരു നിറവുള്ള പാട്ടാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് അതിലേക്കും പറയാൻ കഴിയില്ല. നമുക്ക് ഭക്തിയും സന്തോഷവും അതിൽ ഒരു ദുഃഖഭാവവും എല്ലാം കൂടെ വരുന്ന ആയിഷത്തയുടെ കോയാക്ക ഷെരീഫ് ക കൂട്ടുകെട്ടിൽ ബാബുക്കയുടെ സഹായത്തോടു കൂടി, ഓർക്കസ്ട്രേഷൻ സഹായത്തോടു കൂടി മദിരാശിയിൽ വെച്ച് ആയിഷത്ത റെക്കോർഡ് ചെയ്ത ഒരുപാട് പാട്ടുകളിൽ ഏറ്റവും പ്രശസ്തമായൊരു പാട്ട്. അത് മോള് എല്ലാ അർത്ഥത്തിലും ഓർമ്മിപ്പിച്ചു കേട്ടോ. ഒരു കാലഘട്ടത്തിലേക്ക് എന്നെയൊക്കെ കൂട്ടുകൊണ്ടു പോയി എന്ന് പറഞ്ഞാൽ അതിലൊരു ശതമാനം പോലും അത്ഭുതമില്ല. ഗംഭീരമായിട്ട് പാടി ആ പാട്ടിൽ. എന്നാൽ ആ പാട്ടിൽ മോളുടെ ചേരുവകളൊക്കെ ഭംഗിയായിട്ട് ചേർക്കുകയും ചെയ്തു. മോളുടെ തൊണ്ടയിൽ വരുന്ന നല്ല സംഗതികൾ. മാപ്പിളപ്പാട്ടിന് എന്തൊക്കെ വന്നാലും ഒരു കൾച്ചറുണ്ട് മാപ്പിളപ്പാട്ടിന്. ആ കൾച്ചറിൽ നിൽക്കുന്ന ഒരു പാട്ടാണിത്. അത് പറയുകയാണെങ്കിൽ വിസ്തരിച്ച് പറയാനുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. മോള് വലിയൊരു പാട്ടുകാരിയാവും. ജോത്സ്ന ചേച്ചി എന്ത് പറയുന്നു? റിയാന ചേച്ചി, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു. ലുക്കിംഗ് സോ പ്രിറ്റി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. താങ്ക് യു. പാട്ടും അതേപോലെ സുന്ദരമായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക് യു. നല്ല ഈസി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ മോള് നിന്ന് പാടി. ആൻഡ് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് മോള് പാടിയത്. പാട്ട് പഠിക്കുന്നുണ്ടോ? കുറച്ച് മുമ്പ് പഠിച്ചിരുന്നു, ഒരു വർഷം. പിന്നെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ പോകണമെന്നുണ്ട്, നോക്കുന്നുണ്ട്. അവിടെ അടുത്തില്ലായിട്ടാണ്. ശരി, അന്വേഷിച്ച് കണ്ടുപിടിക്കും നല്ലൊരു ടീച്ചറിനെ കേട്ടോ. നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ ഒരു ഗുരുമുഖത്ത് പോയി പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം മോളുടെ സിംഗിങ്ങിൽ വരും. ഇനിയും ഇമ്പ്രൂവ് ചെയ്യും ഒരുപാട് കേട്ടോ. എനിക്ക് ആകെ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണല്ലോ ചോദിക്കുന്നത് മോള് പാടിയതിനെ പറ്റിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആകെ തോന്നിയത് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആക്കാൻ തോന്നി. അപ്പോൾ എന്തായാലും മോളെ, I enjoyed your singing. All the best. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചെറിയ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അടുത്ത പ്രാവശ്യം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നജീം കാ എന്ത് പറയുന്നു? അഹദായവനെ സമതായവനെ തകർത്തു. താങ്ക് യു. ഒന്നും പറയാനില്ല. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഐഷാത്താൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത്തവണത്തെ പട്രുമാല് 10ാമത്തെ സീസൺ തകർക്കും എന്തായാലും. കാരണം അത്രയ്ക്കും ടാലൻ്റായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് എല്ലാവരും. ഒന്നിനൊന്ന് മെച്ചം അല്ലേക്ക. വളരെ സന്തോഷമാണ്. ഞങ്ങളാണ് ശരിക്കും കുടുങ്ങാൻ പോണ അല്ലേ. എന്തായാലും നിങ്ങളെല്ലാവരും തകർക്കൂ. ഈ പെർഫോമൻസ് സൂപ്പറായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നല്ല നല്ല കമന്റ്സ് ആണ് നമ്മുടെ ജഡ്ജസ് റിയാന മോൾക്ക് തന്നിരിക്കുന്നത്. അതെ, ഹാപ്പിയാണോ കേട്ടപ്പോ? ഒരുപാട് ഹാപ്പിയാണ്. അതിലുള്ള എല്ലാ വശങ്ങളും കൃത്യമായിട്ട് ഇനി ശ്രദ്ധിച്ചോളണം. നന്മ. ഓക്കെ, തീർച്ചയായും. അപ്പൊ നമുക്ക് മാർക്ക് അറിയണ്ടേ? അറിയണം. ചോദിക്കാം. നമുക്ക് ഫിറോസ് കാർഡിന് ആദ്യം ചോദിക്കാം. ഫിറോസ് കാ, മോളുടെ മാർക്ക് 39 on 40. താങ്ക് യു സർ. ജോത്സ്നേജി, റിയാന മോൾക്ക് എത്ര മാർക്കാണ് 30-ൽ കൊടുക്കുന്നത്? മോൾക്ക് 28.5. നജീം കാ, റിയാനയ്ക്ക് എൻ്റെ മാർക്ക് 30-ൽ 29. നമുക്ക് ടോട്ടൽ മാർക്ക് അറിയണ്ടേ? 100-ൽ എത്രയാന്ന് അറിയണം. 100-ൽ 96.5 മാർക്കാണ് റിയാന മോൾക്ക് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പൊ അടുത്ത റൗണ്ടിൽ ഇതിലും നന്നായിട്ട് 100-ൽ 100 തന്നെ വാങ്ങിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.